ഹലോ നീറ്റ് ആസ്പിരൻസ്. ക്ലാസ് എയ്റ്റ്സ്, അതായത് ബേർഡ്സ്, പക്ഷികളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. സബ്ഫൈലം വെർട്ടിബ്രേറ്റയുടെ സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിൽ വരുന്ന ഒരു ക്ലാസ്സാണ് ക്ലാസ് ഏവ്സ് അല്ലെങ്കിൽ ബേർഡ്സ്. ഇത് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ബിക്കോസ് ഓഫ് ദർ അഡാപ്റ്റേഷൻസ്. അവരുടെ കയ്യിൽ എന്തൊക്കെ തരം അഡാപ്റ്റേഷൻസ് ആണുള്ളത്. അവർ പറന്ന് ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ്, വെർട്ടിബ്രേറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള എന്തെല്ലാം തരം അഡാപ്റ്റേഷൻസ് ആണ് നമ്മളത് എല്ലാ കാലത്തും ഫാസിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അവരുടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫെതേഴ്സ്, കളേഴ്സാണ്. പ്ലൂമേജ് എന്നാണ് നമ്മളതിന് പറയുക. ഗോർജിയസ് ആയിട്ടുള്ള പ്ലൂമേജ് ഉണ്ട്. പ്ലൂമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫെദറി കവറിങ് ഓഫ് ദ ഹോൾ ബോഡി ഓഫ് എ ബേർഡ്. അതിനെ നമ്മൾ പ്ലൂമേജ് എന്നാണ് പറയുക. അത് വളരെയധികം കളർഫുള്ളാണ്. അതുപോലെ തന്നെ അവരുടെ 4 ലിംബ് എന്ന് പറയുന്നത് വിങ്സ് ആയിട്ട് മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. 4 limbs ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു അഡാപ്റ്റേഷനാണ്. അത് പറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണ്. ഇനി അത് കൂടാതെ വേറെ എന്ത് അഡാപ്റ്റേഷൻ അവർക്കുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വാം ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ വാം ബ്ലഡഡ്? ദേ ആർ ഹോമിയോതേർമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എത്ര ദൂരം വേണമെങ്കിലും അവർക്ക് പറക്കാനും അതിനനുസരിച്ചുള്ള എനർജിയും അവരുടെ ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ് സർക്കുലേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ന്യൂമാറ്റിക് ബോൺസ് ആണ്. അതായത് അവരുടെ ബോണിനകത്ത് ഫുള്ള് എയർ കാവിറ്റീസ് ആണുള്ളത്. അതായത് എത്രമാത്രം വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും വെയിറ്റ് കുറച്ചിട്ടുള്ള ബോൺസ് ആണ് അവർക്കുള്ളത്. ആ ബോൺസിനെ നമ്മൾ ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് പറയുക. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 4 ലിംബും ഹൈൻഡ് ലിംബും ഉണ്ട്. 4 ലിംബ് നമ്മൾ പറഞ്ഞു മോഡിഫൈ ചെയ്ത് വിങ്സ് ആയിരിക്കണം. ഹൈൻഡ് ലിംബ് ആണെങ്കിലോ ഹൈൻഡ് ലിംബിൽ നമുക്ക് സ്കെയിൽസ് കാണാൻ പറ്റും. നമ്മൾ റെപ്റ്റൈൽസിലാണ് സ്കെയിൽസ് സാധാരണ കാണാറുള്ളത് അല്ലേ. പക്ഷേ ബേർഡ്സിൽ 4 ലിംബിൽ സ്കെയിൽ കാണുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റെപ്റ്റീലിയൻ ആൻസസ്ട്രിയാണ്. അതായത് ബേർഡ്സ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് റെപ്റ്റൈലിൽ നിന്നാണെന്നുള്ളൊരു സൂചനയാണത്. ഓക്കെ, എന്തിനാണ് ഈ ഹൈൻഡ് ലിംബ് യൂസ് ചെയ്യുന്നത്? നടക്കാൻ, അതുപോലെ സ്വിം ചെയ്യാൻ, ക്ലാസ്പ് ചെയ്ത് ഒരു കൊമ്പിൽ വന്നിരിക്കുമ്പോൾ പിടിച്ചിരിക്കാനൊക്കെയാണ് അവർ ഹൈൻഡ് ലിംബ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവർക്ക് പൊതുവേ ഈ ബേർഡ്സിന് യാതൊരു തരത്തിലുള്ള ഗ്ലാൻഡ്സും ഇല്ല, ഗ്രന്ഥികളൊന്നുമില്ല. പക്ഷേ അവർക്ക് ഒരേ ഒരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡാണ് ഓയിൽ ഗ്ലാൻഡ്, അല്ലെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? പ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ യൂറോപൈജിയൽ ഗ്ലാൻഡ് എന്ന് പറയും. ഇത് എന്തിനാണ് ഈ ഒരു ഗ്ലാൻഡ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും പക്ഷികളെ എപ്പോഴും അവരുടെ ശരീരം ഇങ്ങനെ മിനുക്കി സുന്ദരമാക്കിയിരിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ ഈ ഫെതേഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പറക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ കാരണം അവർക്ക് കൃത്യമായി പറക്കാനും ദൂരം താണ്ടാനും പറ്റാണ്ടാവും. ആ സാഹചര്യങ്ങളിൽ അവരുടെ ശരീരം എപ്പോഴും സ്ട്രീം ലൈൻഡ് ആക്കിയിട്ട് നിർത്താനാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ ഓയിൽ ഗ്ലാൻഡിൽ നിന്നുള്ള ഓയിൽ ഉപയോഗിച്ച് അവരുടെ ഫെതേഴ്സ്, അതായത് തൂവലുകൾ എപ്പോഴും ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കും, പ്രീൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളിതിന് പ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഓയിൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡാപ്റ്റേഷൻസ്. അതുപോലെ വേറൊരു അഡാപ്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറക്കുന്ന പക്ഷികൾ, അതായത് ഫ്ലൈ ചെയ്യുന്ന ബേർഡ്സിനൊന്നും എന്തില്ല? യൂറിനറി ബ്ലാഡർ ഇല്ല. യൂറിനറി ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും വെയിറ്റ് അവർക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ എക്സാമ്പിൾ ഫ്ലൈറ്റ്ലെസ് ബേർഡിന് പറയുകയാണെങ്കിൽ ഓസ്ട്രിച്ച് ആണ്. ഓസ്ട്രിച്ച് എന്ന് പറയുന്നത് പറക്കാൻ കഴിയില്ലെങ്കിലും അത് വളരെ സ്പീഡിൽ ഓടുന്ന ഒരു പക്ഷിയാണ്. 45 മുതൽ 50 km/h ആണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയും ബേർഡ്സ് ആണ്. നമ്മളിവരുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പൾമനറി റെസ്പിറേഷനാണ് കാണിക്കുന്നത്, വിച്ച് മീൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലങ്സ്. ഇനി അവരുടെ ലങ്സിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് നോക്കിയാലോ? ലങ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ലങ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ലങ്സിനകത്ത് എയർ സാക്സ് ഉണ്ട്. ലങ്സിൻ്റെ കൂടെ എയർ സാക്സ് ഉണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസ്പിറേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നേച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണല്ലോ അത്, റൈറ്റ്. ഇതാണ് എയർ സാക്സ്, ലങ്സ് വിത്ത് എയർ സാക്സ്. അപ്പോൾ എന്താ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ടുള്ള എയർ അല്ലെങ്കിൽ ഓക്സിജൻ അവരുടെ സെൽസിലേക്ക് എത്തുകയും സോ അവർക്ക് നന്നായിട്ട് പറക്കാനും എല്ലാ എനർജി റിക്വയർമെൻറ്റും മീറ്റ് ചെയ്യും. ഓക്കെ, സോ പൾമനറി റെസ്പിറേഷനാണ് അവർ കാണിക്കുന്നത്. ഈ സർക്കുലേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് 4 chambered ആണ്, അല്ലെങ്കിൽ നമുക്കതിന് ടെട്രാലോക്കുലാർ എന്ന് പറയാം. ഓക്കെ, ടെട്രാലോക്കുലാർ. ഇനി അവർക്ക് RBC ഉണ്ടോ? യെസ്, RBC ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് ന്യൂക്ലിയേറ്റഡ്. അതായത് മാമൽസിനെ പോലെ ന്യൂക്ലിയസ് ഇല്ലാത്തതല്ല, ന്യൂക്ലിയസ് ഉള്ളതാണ്. ഓക്കെ, ഇനി എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് കിഡ്നീസ് ആണ്.
എക്സ്ക്രീറ്ററി ഓർഗൻ. അവരുടെ എക്സ്ക്രീറ്ററി വേസ്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. ഇതിനെന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഡാപ്റ്റേഷനാണ്. ഈ റീപ്രൊഡക്ഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ. അവർ ഒവി പാരസ് ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് ലേയിങ് ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ്സ് ആണ്. മുട്ടയാണ് ഇടുന്നത്. ഈ മുട്ടയ്ക്ക് എന്തുണ്ട്, ഷെല്ലുണ്ട്. അത് നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യണം, കാരണം അത് മാമൽസിനെ പോലെ ശരീരത്തിനകത്തല്ല കുഞ്ഞ് വളരുന്നത്, പുറത്തായതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള പ്രിഡേറ്റേഴ്സിൻ്റെ അറ്റാക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഷെല്ലുണ്ട്. ഈ ഷെൽഡ് എഗ്സിനെ നമ്മൾ ക്ലീഡോയിക് എഗ്സ് എന്നാണ് പറയാം. ക്ലീഡോയിക് എഗ്സ് എന്നാണ് പറയാം. അത് പോരാതെ തന്നെ എംബ്രിയോ വളരുമ്പോൾ എംബ്രിയോന് ചുറ്റും ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആംനിയോൺ. ഓക്കെ, ഇനി ഒവിപാരസ് നമ്മൾ പറഞ്ഞു. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് ഡെവലപ്മെൻറ്റിനോട് ഉദ്ദേശിക്കുന്നത് യങ് വൺസ് നേരിട്ട് അഡൾട്ട് ആവാണ്, ഇടയിൽ ഒരു ലാർവൽ സ്റ്റേജോ അങ്ങനെയൊന്നുമില്ല. ഇനി ഓവറിയുടെ ഓവിഡക്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് ഓവറി ആൻഡ് റൈറ്റ് ഓവിഡക്റ്റ് ആബ്സെന്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും ഒരു അഡാപ്റ്റേഷൻ ആണ്. എന്തിനുള്ള അഡാപ്റ്റേഷൻ ആണ്? അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ് ഇതും. ഓക്കെ, ഇനി നമ്മൾ എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാക്ക, കോർവസ്, ക്രോ, പിന്നെ പിജിയൻ, കൊളുമ്പ, പിന്നെ പാരറ്റ്, തത്തമ്മ, സിറ്റാക്കുല, പിന്നെ നമ്മുടെ ഓസ്ട്രിച്ചിൻ്റെ ജീനസ് നെയിം സ്ട്രുത്തിയോ എന്നാണ്, സ്ട്രുത്തിയോ. പിന്നെ പാവോ ക്രിസ്റ്റാറ്റിസ് പീക്കോക്കാണ് മയിൽ, അപ്റ്റനോഡൈറ്റസ് പെൻഗ്വിൻ, പിന്നെ ഫൈനലി കാർണിവോറസ് ആയിട്ടുള്ള വൾച്ചർ, ദാറ്റ് ഈസ് നിയോഫ്രോൺ. അപ്പോൾ ഇത്രയാണ് ക്ലാസ് 8 വരുന്ന ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.